ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർക്കുന്നതിനുള്ള ചർച്ച ഇന്നും തുടരും. വേതനം പരിഷ്കരിക്കുന്നതിന് കമ്മീഷനെ വെക്കുന്നതടക്കം സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇക്കാര്യത്തിലടക്കം ട്രേഡ് യൂണിയനുകളുമായി സമവായമുണ്ടാക്കാനാണ് ശ്രമം. അതേസമയം ട്രേഡ് യൂണിയനുകളുമായി ഒത്തുചേർന്നുള്ള ചർച്ചയ്ക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ആശാ സമരക്കാർ. വിനോദ് വിവരങ്ങളുമായി. വിനോദ്, തുടർ ചർച്ചകൾ ഉണ്ടാകും എന്നറിയിച്ചിരുന്നു. ഇന്ന് ആ ചർച്ച ഉണ്ടാകും എന്ന് ഒരു ഉറപ്പ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് അറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ? ഈ മറ്റൊരാവശ്യം ഇവർ മുന്നോട്ട് വെക്കുന്നത് ഈ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾക്കൊപ്പമുള്ള ചർച്ച വേണ്ട, തങ്ങളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്താൽ മതിയെന്നാണല്ലോ. അതിനോട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം വരുന്നുണ്ടോ? ശ്രീജ, എങ്ങും എത്താതെ പോവുകയാണ് ഈ സമരം. കഴിഞ്ഞ ദിവസത്തെ ചർച്ചയും പരാജയമായിരുന്നു. ഇന്ന് ചർച്ച നടത്തുമെന്ന് ഒരു ഉറപ്പുമില്ല. കാരണം നിലപാട് തങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞ ശേഷം കഴിഞ്ഞ ദിവസം ആശാ പ്രവർത്തകരുടെ പ്രതിനിധികൾ ആ യോഗത്തിൽ നിന്ന് വരികയായിരുന്നു. അവർ എന്നാൽ ഈ സമരവേദിയിലേക്ക് എത്തി അവർ വലിയ മുദ്രാവാക്യം വിളികൾ, ഈ ചർച്ച പരാജയമാണെന്ന് അറിഞ്ഞതോടുകൂടി തന്നെ ആശമാർ മുദ്രാവാക്യം വിളികളിലേക്ക് പോവുകയും ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് MG റോഡ് ഉപരോധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. അതായത് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ഫലം കാണില്ല എന്ന കാര്യം വ്യക്തമാണ്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുവരെ ഇന്നത്തെ ചർച്ച സംബന്ധിച്ച് ഒരു അറിയിപ്പും നൽകിയിട്ടുമില്ല. ആശമാർ പറയുന്നത് ഈ തൊഴിലാളി സംഘടനാ നേതാക്കളുമായി, അതായത് ട്രേഡ് യൂണിയൻ നേതാക്കളുമായുള്ള അവരുമായി ചേർന്നുള്ള ചർച്ചകൾക്ക് ഇനി തങ്ങളില്ല. കാരണം കഴിഞ്ഞ ദിവസം ഈ എല്ലാ ട്രേഡ് യൂണിയനുകളും സർക്കാരിന്റെ നിലപാടിനോട് യോജിക്കുകയായിരുന്നു. ഒരു പ്രത്യേക കമ്മീഷനെ വയ്ക്കാമെന്നും അത് ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കമ്മീഷൻ പരിശോധിച്ച ശേഷം അതിലൊരു തീരുമാനമെടുക്കാമെന്നും നിലപാടിലേക്കാണ് പോയത്. പക്ഷേ 2 മാസമാകാൻ പോവുകയാണ് ഈ സമരം തുടങ്ങിയിട്ട്. അങ്ങനെ ഒരു ഉറപ്പ് കൊണ്ട് മാത്രം സമരം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ആശമാറുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ ഓണറേറിയമായി 21,000 രൂപയാണ് ആവശ്യപ്പെടുന്നതെങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന 7,000 രൂപ അതൊരു 10,000 രൂപയായെങ്കിലും ഉയർത്തിയാൽ ഈ സമരം അവസാനിപ്പിക്കാമെന്ന ഒരു നിലയിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. കാരണം സ്ത്രീകൾ നടത്തുന്ന ഒരു സമരമാണ്. 2 മാസമാകുന്നു. ഇപ്പോൾ 15 ദിവസമായി നടക്കുന്ന നിരാഹാര സമരം കൂടി ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ തന്നെ അവരെ വല്ലാതെ അലട്ടുന്നുമുണ്ട്. ഈ സമരക്കാരെ വല്ലാതെ അലട്ടുന്നുമുണ്ട്. ഈ ഒരു ചെറിയൊരു വർധനയെങ്കിലും ഉണ്ടായാൽ പിന്നീട് ഈ കമ്മീഷൻ വന്നോട്ടെ, ഇൻസെന്റീവ് അടക്കമുള്ള കാര്യങ്ങൾ, പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ കമ്മീഷൻ പഠനം നടത്തിക്കോട്ടെ. ഇപ്പോൾ ഈ തുക വർദ്ധിപ്പിച്ചാലും 10,000 രൂപയിലേക്കെങ്കിലും ഉയർത്തിയാൽ തന്നെ അടുത്ത മാസം മുതലൊന്നും അത് നൽകേണ്ടി വരില്ല. കാരണം പിന്നെയും നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുമ്പോൾ 3-4 മാസം കഴിഞ്ഞായിരിക്കും ആ തുക അവർക്ക് കിട്ടിത്തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സമീപനത്തിലേക്ക് സർക്കാർ പോകണം എന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. മാത്രമല്ല ഈ INTUC-യുടെയൊക്കെ നിലപാട്, കഴിഞ്ഞ ദിവസം INTUC-യുടെ അധ്യക്ഷൻ ചന്ദ്രശേഖരൻ അദ്ദേഹം ആദ്യം എടുത്തിരുന്ന നിലപാട് ഈ സർക്കാർ അനുകൂല നിലപാടായിരുന്നു, സമരത്തിനെ തള്ളിപ്പറയുന്ന നിലപാടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ കോൺഗ്രസ് നേതൃത്വത്തിന്റെ സമ്മർദ്ദം കാരണം അദ്ദേഹം ഇവരെ പിന്തുണയ്ക്കുന്ന നിലയുണ്ടായി. അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പായാണ് അദ്ദേഹം ആ നിലപാട് വ്യക്തമാക്കിയത്. KC വേണുഗോപാലും VD സതീശനും പറഞ്ഞതുകൊണ്ട് താൻ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നു. തൊഴിൽപരമായി ഈ വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ആശമാരുടെ സമരം 54-ാം ദിവസവും തുടരുകയാണ്. ഇന്നലത്തെ ചർച്ചയിൽ തീരുമാനമൊന്നും ഉണ്ടായില്ല. ഇന്ന് തുടർ ചർച്ച ഉണ്ടെങ്കിൽ അതിലെന്ത് നിർദ്ദേശമാണ് സർക്കാരിന് മുന്നോട്ട് വെക്കാനുള്ളത്, ഇവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളിൽ എന്നതാണ്